എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയതാണ്. കാരണം നമ്മുടെ ഓഫീസ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ്. ഓഫീസിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ ഇന്നൊരു അപകടം നടന്നത്. നിങ്ങളൊക്കെ വിഷ്വൽ മീഡിയ വഴിയൊക്കെ കണ്ടു കാണും, ന്യൂസൊക്കെ കണ്ടു കാണും. കരിമ്പയിൽ 4 പെൺകുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടിരിക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ്. വളരെ ഒരു ദുഃഖകരമായൊരു സംഭവം തന്നെയാണ്. മൊത്തത്തിൽ നാടും ഒക്കെ ഒരു ശോകമൂകാണ്. സ്ഥിരം അപകട മേഖലയാണ് കോഴിക്കോട് പാലക്കാട്. ഇപ്പോൾ ഈ റീവർക്ക് ചെയ്തതിന് ശേഷം റോഡ് നടവഴിയില്ല, അതേസമയം വെള്ളം പോകാനുള്ള ഒരു സംവിധാനമല്ല. അശാസ്ത്രീയമായ വർക്കാണ് പണി കഴിഞ്ഞത്. മാത്രമല്ല, റോഡിൻ്റെ ഇരുവശത്തേക്കും, അതായത് റോഡ് ഒരു ഭാഗത്തേക്ക് ചെരിവുണ്ടാവുമല്ലോ വെള്ളം പോകാൻ, ആ ഭാഗത്തേക്ക് റോഡിൻ്റെ ടാറ് മൊത്തം ഒലിച്ചിറങ്ങി ഹമ്പ് പോലെ നിൽക്കുന്ന പല ഭാഗങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഓഫീസിൻ്റെ മുന്നിലൊക്കെ അത്തരത്തിലാണ്. വണ്ടി അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന രൂപത്തിലല്ല വണ്ടി പോവുക, ഇപ്പുറത്ത് കൂടെ പോവുക. അപ്പോൾ ഇതിനു മുമ്പ് പലതവണ ഇന്ന് നടന്നിരിക്കുന്ന അപകട സ്ഥലത്ത് പലതവണ ഇതുപോലെ വണ്ടികൾ മറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാറ്റൽ മഴ വന്നു കഴിയുമ്പോൾ വണ്ടി അങ്ങനെ മറിയലാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ അവിടെ ബസ് കാത്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് പാഞ്ഞു കയറി എന്നുള്ളതാണ് പറയുന്നത്. പാഞ്ഞു കയറിയത് മാത്രമല്ല, വണ്ടി മറിഞ്ഞു. വളരെ ശ്രമപ്പെട്ടാണ് അത്ര നാട്ടുകാർ കുഞ്ഞുങ്ങളെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടു എന്നാണ്. ഏതായാലും വീട്ടുകാർക്കൊക്കെ ദൈവം ക്ഷമയും സഹനശക്തിയും കൊടുക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയും ഈ റോട്ടിലൊരു അപകടം നടന്ന ഒരു സ്ത്രീ, നമ്മുടെ നാട്ടുകാരിയാണ്, മരണപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് 5 പേര് ഇതേ റോട്ടിൽ, നമ്മുടെ ഓഫീസിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് അയ്യപ്പങ്കാവ് പറഞ്ഞ ഒരു സ്ഥലത്ത് മരണപ്പെട്ടു. 5 പേര് ഒരു സ്വിഫ്റ്റിൽ കാറ് ലോറിയിൽ ഇടിച്ചിട്ട്. എൻ്റെ ഓഫീസിൻ്റെ നേരെ മുന്നിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് തോന്നുന്നു, ഒരു ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് അദ്ദേഹം കാലൊടിഞ്ഞിട്ട്, ഭാഗ്യത്തിന് നിസ്സാര പരിക്ക്, കാലോ കൈയൊക്കെ പൊട്ടി, അതേ ഉള്ളൂ, ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ഥിരം അപകട മേഖലയാണ്. അധികൃതരുടെ യാതൊരുവിധ ശ്രദ്ധയുമില്ല. എത്ര തവണ ഇവിടെ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾ നടത്തിയാലും. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ശക്തമായ പ്രക്ഷോഭത്തിലാണ് ജനങ്ങൾ ഇറങ്ങിയത്. അവസാനം മന്ത്രി, കലക്ടർ ഒക്കെ വന്ന് തീരുമാനം ആയതിനു ശേഷമാണ് റോഡ് ബ്ലോക്ക് മാറ്റിയിട്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പോകാൻ തുടങ്ങിയിരിക്കുന്നത്. ഏതായിരുന്നാലും ആ കുഞ്ഞുങ്ങളുടെ വീട്ടുകാർക്ക് ദൈവം ക്ഷമ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. വേറൊന്നും നമുക്ക് നിർവാഹമില്ല. സങ്കടപ്പെടാൻ തന്നെ നമുക്കും കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്, നമ്മുടെ സ്ഥിരം ഈ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾ സ്ഥിരം പ്രതീക്ഷിക്കുന്നവരുണ്ടാവും. ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇന്ന് സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ അപ്പ് സൈഡിലേക്ക് പോകുന്നതാണ് കരുതിയതെങ്കിലും ഡൗൺ സൈഡിലേക്കാണ് വന്നത്. നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റിലാണ് ഇന്ന് എല്ലാവരും. നിഫ്റ്റിയിൽ നമ്മുടെ വീഡിയോ വഴി ചെയ്യുന്നവർക്ക് ഇന്ന് പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും പ്രോഫിറ്റാണ്. അതേപോലെ തന്നെ സെൻസെക്സിലും ഡൗൺ സൈഡിലേക്ക് പ്രോഫിറ്റാണ്. 5 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്തവർക്കെല്ലാം ഇന്ന് പ്രോഫിറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച 3 ദിവസം പ്രോഫിറ്റാണ്. ഈ ആഴ്ച ഇന്നത്തേക്ക് 2 ദിവസം പ്രോഫിറ്റ്, 1 ദിവസം സ്റ്റോപ്പ് ലോസ്, 1 ദിവസം എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നാളെ ഏതെല്ലാം രീതിയിൽ ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് എടുത്ത് വരാം. 24,500, 510 5 മിനിറ്റ്സ് ക്യാൻഡലിൽ. അപ്പ് സൈഡിലേക്ക് 5 മിനിറ്റ്സിൽ 24,580 മുകളിലും എടുത്തു പോകാം. സെൻസെക്സിൽ 81,180 താഴെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാം. അപ്പ് സൈഡിലേക്ക് 81,380 മുകളിൽ അപ്പ് സൈഡിലേക്കും എൻട്രി എടുക്കാം. സെൻസെക്സിൽ 5 മിനിറ്റ്സ് ക്യാൻഡലിൽ. ബാങ്ക് നിഫ്റ്റിയിൽ 53,160 താഴെ എൻട്രി എടുക്കാം. ഡൗൺ സൈഡിലേക്ക്, അപ്പ് സൈഡിലേക്ക് 53,400 മുകളിൽ, വേണ്ട കുറച്ച് കയറ്റിയിട്ട് എടുത്താൽ മതി, 53,440 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്കും എടുത്തു പോകാം. ഈ 3 ഇൻഡെക്സുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്.